ശ്രീ KVS ഹരിദാസ്, പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അവകാശമില്ലാതിരുന്ന, അവസരങ്ങളും അവകാശങ്ങളും വിലക്കപ്പെട്ട ആ കാലത്തിനപ്പുറം ഇരുണ്ടത് മറ്റൊന്നുണ്ടോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തം തന്നെയാണ്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 50 വർഷം മുമ്പ് നടന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു വാർഷികം, 50 വർഷം മുമ്പ് നടന്ന മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ വാർഷികം, 5 പതിറ്റാണ്ട് മുമ്പ് നടന്ന മനുഷ്യത്വരഹിതമായ ക്രൂരത, മനുഷ്യർ കണ്ടിട്ടില്ലാത്ത ക്രൂരതകളുടെ ഒരു ചരിത്രം ആവർത്തിക്കുന്ന മുഹൂർത്തം. തീർച്ചയായിട്ടും ഇത് ലോകം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, ലോകം ശ്രദ്ധിക്കേണ്ടുന്ന മുഹൂർത്തമാണ്. അടിയന്തരാവസ്ഥ സ്വാഭാവികമാണ്, നമുക്കൊക്കെ അറിയാം, അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അത് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തെ മുഴുവൻ ചങ്ങലക്കിട്ടുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ച കിരാത ഭരണത്തിൻ്റെ മുഹൂർത്തമാണത്. LK അഡ്വാനിയുടെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. The democracy was imprisoned. ജനാധിപത്യത്തെ തുറങ്കിൽ അടച്ച മുഹൂർത്തം എന്നാണ് അഡ്വാനിജി പറഞ്ഞത്. അതാണ് ഇതിൻ്റെ പ്രാധാന്യവും. ഇന്ത്യയിൽ അനവധി എന്താ പറയുക, ഒരു സംഘർഷങ്ങൾ നിറഞ്ഞ അനവധി മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനവധി. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുമുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷവുമുണ്ട്. ലോകമഹായുദ്ധങ്ങളുടെ കാലഘട്ടം നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ വിഭജനം, അഭയാർത്ഥി പ്രവാഹം, വർഗീയ കലാപങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കൽക്കട്ട തീസസ് ഏറ്റുപിടിച്ചുകൊണ്ട് അവർ അക്രമത്തിന് മുതിർന്നത്, നക്സലൈറ്റുകളുടെ, മാവോയിസ്റ്റുകളുടെ കലാപങ്ങൾ, അങ്ങനെ എന്തെല്ലാം. അന്നൊന്നും പുറപ്പെടുവിക്കാൻ തീരുമാനിക്കാത്ത ഒരു ഉത്തരവ് എന്തുകൊണ്ട് ഈ 1975 ഇന്ദിരാഗാന്ധിക്ക് പുറപ്പെടുവിക്കേണ്ടി വന്നു? അത് ഇന്നത്തെ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്നത്തെ തലമുറ വിലയിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ചരിത്രം വിശകലനം ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ആ റായ്ബറേലി തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അഴിമതി നടത്തി എന്ന് കോടതി കണ്ടെത്തി. സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ചാർജസ് ഉണ്ടായിരുന്നു. രാജ്നാരായണാണ് ഹർജിക്കാരൻ. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക മാത്രമല്ല, 6 വർഷത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ ഇനി അവർക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും ഉണ്ടായി. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും ഞെട്ടിപ്പിച്ചത് അതാണ്, വരളി പിടിപ്പിച്ചത് അതാണ്. അതിനെ മറികടക്കാൻ എന്ത് വേണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാർക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളില്ലേ, ഭരണഘടനാപരമായ ചില ചുമതലകളില്ലേ? അതെന്തെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് പാലിച്ചോ? ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തോ? ഒരു അർദ്ധരാത്രി രാഷ്ട്രപതി ഭവനിൽ ചെന്നിട്ട് രാഷ്ട്രപതിയോട് പറയുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്, ഒപ്പിട്ട് തരാൻ. പ്രസിദ്ധമായ അബുവിൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നത്. ബാത്തിങ് ടബിൽ ഇരുന്നിട്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ചോദിക്കുന്നു ഇനി എന്തെങ്കിലും ഒപ്പിടാനുണ്ടോ എന്ന്. അപ്പോൾ രാഷ്ട്രപതി ഭവനെയും ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തെയും മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട് ഇവരൊരു രാജ്യത്തെ തടങ്കലിലാക്കി ജയിലിൽ അടച്ചു.
അന്ന് ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാതെ ആ വിവരങ്ങൾ പിന്നീട് ഷാ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെയാണ് ക്യാബിനറ്റ് കൂടിയിട്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. നട്ടലില്ലാത്ത ആണത്തമില്ലാത്ത മന്ത്രിമാര് അതിന് കൈപൊക്കി അംഗീകാരം കൊടുത്തു. പറഞ്ഞു കേട്ടത് സ്വരൺ സിംഗ് മാത്രമാണ് കെ വി എസ് ഹരിദാസ്, അന്നത്തെ ഞാൻ അങ്ങയിലേക്ക് വരാം. വിദേശകാര്യമന്ത്രി.